ഹായ് എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്ന ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. പ്രേയറൊക്കെ കഴിഞ്ഞ് വന്നതാ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്നും കണ്ടിട്ടില്ല. എല്ലാവരും സൺഡേ ആയതുകൊണ്ട് എല്ലാവരും ഓരോരുത്തരത്തൊക്കെ പോകത്തില്ലേ, അങ്ങനെ പോയായിരിക്കാം, സമയമില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും. സമയം കിട്ടുമ്പം കാണണം കേട്ടോ. അപ്പം ഇന്ന് ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. നല്ല കൊഴുപ്പ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല കൊഴുപ്പോട് കൂടി ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. പിന്നെന്താ, പിന്നൊന്നുമില്ല. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പിന്നെ ഇന്നലത്തെ പാട്ടൻ മിക്ക ആൾക്കാർ മീൻസ് കമൻറ്റ് ഇട്ടവരൊക്കെ പറഞ്ഞ് നല്ല പാട്ടായിരുന്നു, ഇടയ്ക്കൊക്കെ പാടാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. വെജിറ്റബിൾ മാഗിക്ക് വേണ്ടി സവാള വഴറ്റി അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഇട്ടിട്ടുണ്ട്. അതൊന്ന് വഴന്ന് ഇച്ചിരി വന്നോണേ. ഇച്ചിരി ഉപ്പിട്ടാണ് വഴറ്റിയിടുന്നു. അതിലേക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനിയും വെജിറ്റബിൾ മസാല ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ മാഗി ഇടും. മാഗി മസാല എല്ലാം ഇട്ട് മീതി ആവശ്യത്തിന് ഇനി വെള്ളം ഒഴിക്കട്ടെ. ഇച്ചിരി ഒന്ന് സോഫ്റ്റായിട്ട് വേണമെങ്കിൽ ഇനി ഇച്ചിരി കൂടെ വെള്ളം ഒഴിക്കും, ഇല്ലെങ്കിൽ ഈ വെള്ളത്തിൽ കിടക്കട്ടെ. പോള് തന്നെ പോളിനുള്ളത് ഉണ്ടാക്കി. അപ്പോൾ ഇത് എനിക്കും പ്രൈച്ചാനും പ്രൈസനും എനിക്ക് വെജിറ്റബിൾ വേണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞു. ഞാൻ പറഞ്ഞ് ഇല്ല, ഞാൻ കഴിക്കുന്നുണ്ടെ നീ വന്ന് കഴിക്കുമ്പോൾ നിനക്ക് കുഴപ്പമില്ലല്ലേ, അങ്ങനെ ഇന്നുണ്ട്. മൊത്തത്തിലുള്ളത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പ്രൈസന് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി പ്ലേറ്റിലെടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് വീഡിയോ എടുക്കണമെന്നുള്ളത്. അങ്ങ് മറന്നു പോയായിരുന്നു. ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കിന് വിശന്ന് പോയി. ഒരാൾക്ക് പ്ലെയിൻ പാല് കൊടുത്തതിൻ്റെ കുടിക്കാനുള്ള ബഹളം, അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തതിന് എന്നോട് ദേഷ്യപ്പെടുക. ഹൽദി പാല് വേണം അല്ലെങ്കിൽ കോഫി വേണം. पाल इज गुड फॉर हेल्थ. हल्दी भी ठीक, हल्दी क्या सूट करता है गरम करने का. अच्छा हल्दी अच्छा. ഈ പച്ച മഞ്ഞൾ ഈ സ്റ്റേഷനിലൊക്കെ കിട്ടും, അത് കൊണ്ടുവരണം. ഇതൊക്കെ കെമിക്കൽ ചേരുന്ന പൊടിയല്ലേ. ഗ്രൈൻഡ് അല്ല, അങ്ങനല്ല, വെറും കച്ചാവാല കൊണ്ട് അത് പാലിൻ്റെ അകത്ത് ഇട്ടാൽ നല്ലയാ. സ്റ്റേഷനിലൊക്കെ ഉണ്ട്. അതൊരു ഇച്ചിരി പീസ് ഇട്ട് ഇങ്ങനെ പാലിട്ടാൽ നല്ല ഗുണമാണ്. मीशा वन्नु अभी चल प्रेसा बंद कर. अभी दिस इज नॉट द टाइम टू. ഇരുന്ന് പഠിക്കടാ. ഞാൻ ആ ഉള്ളി അരിയുന്നത് ഇവന്മാരുടെ കണ്ണിൽ നിന്ന് വെള്ളം വന്നതിന് ഓരോരുത്തരും ഓരോ കണ്ണാടി എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക. അപ്പം പ്രൈസിൻ്റെ കണ്ണിൽ നിന്ന് കുടുകൂടാ വെള്ളം വരുക. അപ്പോൾ ചിക്കൻ ഉണ്ടായിരുന്നു, അത് എടുത്തൊന്ന് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഉള്ളി വില കുറഞ്ഞെങ്കിലും പച്ച ഉള്ളിയാണ്. പക്ഷേ ഞാനും കണ്ണാടി വെച്ചിട്ട് അരിഞ്ഞത്. ആദ്യം എനിക്ക് കണ്ണിൽ നിന്ന് വെള്ളം വന്നില്ല, പിന്നെ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്ന്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന നോർമൽ കണ്ണാടി. ഇവന്മാർ അല്ലാത്തത് സ്വിമ്മിംഗ് പൂളിൻ്റെ അതൊക്കെ എടുത്തിട്ട് പിള്ളേർക്കും ഭയങ്കരമായിട്ട്, ഇവർക്ക് നേരത്തെ ഞാൻ ഉള്ളി അരിയുമ്പോഴേ അവരുടെ കണ്ണിലാണ് വെള്ളം വരുന്നത്. അങ്ങനെ എടുത്ത് പിന്നെ കണ്ണാടി ഇട്ടിട്ടിരിക്കുക. അപ്പം ഞാൻ ഇതൊന്ന് ഞാൻ ഇതിൻ്റെ അകത്ത് ഇച്ചിരി വീഡിയോ താണ്ട പിന്നെ ഇതൊന്ന് സ്റ്റക്കായിപ്പോയി. അപ്പം ഞാൻ കാണിക്കാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞ് അത് കാണിക്കണം. അതുകൊണ്ടാണ് ചിലർക്ക് ഇതൊക്കെ പ്രയോജനമാവുമല്ലോ. നമ്മൾ ചിക്കനൊക്കെ കഴുകുന്നത് എക്സ്പീരിയൻസ് ഉള്ളവർക്കൊന്നും ഒരു പ്രോബ്ലം ഇല്ല. ഈ പഠിച്ച് വരുന്ന പിള്ളേർക്കൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ എന്നും പറഞ്ഞ് ഞാൻ ആ വീഡിയോ കാണിക്കാമെന്നും പറഞ്ഞ് ഞാൻ സ്റ്റക്കാണെങ്കിലും അങ്ങ് ഇട്ടതാണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ ആ വെള്ളം അങ്ങ് കഴുകി കളഞ്ഞു. എന്നിട്ട് ഞാൻ കുറച്ച് ഉപ്പും ഇതുപോലെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് വെള്ളം ഇങ്ങനെ നഖമൊക്കെ ഇട്ടിട്ട് അതൊന്ന് കൈ കൊണ്ട് ഇളക്കിയിട്ട് കുറച്ച് നേരം അത് അവിടെ നിന്ന് കിടക്കട്ടെ. അന്നേരം
അതിൻ്റെ അകത്തെ ആ ഉളുമ്പും ബ്ലഡൊക്കെ. ബീഫും ഇതുപോലെ ചെയ്താൽ മതി. ഇതിൻ്റെ അകത്ത് അധികം ഒത്തിരി ബ്ലഡ് ഇല്ല. എന്നാൽ ബീഫിൻ്റെ അകത്ത് അതുപോലല്ല, ഭയങ്കര ബ്ലഡ് ഉണ്ടല്ലേ. അതിൻ്റെ അകത്തൊന്ന് നന്നായി ബ്ലഡ് വന്ന് നല്ല വെളുത്ത് നമുക്ക് ബീഫ് കിട്ടും. ഞാൻ വലിയ 2 കഷ്ണം ഇഞ്ചി ഇതുപോലെ ഒന്ന് ചതച്ച് ഒരു 4-5 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചതയ്ക്കുന്നുണ്ട്. ബാക്കി അല്ലാതെ ഉള്ളിയിലിട്ട് വഴട്ടും. അപ്പോൾ ഇത് നന്നായി ഒന്ന് ചതച്ചെടുക്കട്ടെ. പലപ്പോഴും പല രീതിയിൽ ചെയ്യും. ചിലപ്പോൾ ഞാൻ ചതയ്ക്കാതെ രണ്ടും അങ്ങ് അരിഞ്ഞ് ചേർക്കും. ഇന്നിപ്പോൾ ഇങ്ങനൊന്ന് ചെയ്യുന്നുണ്ട്. അപ്പം കുറേയും കൂടെ ചതച്ചതും ഇച്ചിരി പേസ്റ്റ് ഇരിപ്പുണ്ട്, അതുകൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് ഒരു 2 സവാള ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് 2 കൂടുതൽ ചേർക്കുകയാണെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാനൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് കൈ കൊണ്ടൊന്ന് ഞെവിടിയിട്ടുണ്ട്. എന്നിട്ട് 2 പ്രാവശ്യമായിട്ട് ഇതൊന്ന് കോരി ഇങ്ങനെ വറുത്തെടുക്കുന്നുണ്ട്. ഒത്തിരി അങ്ങ് ബ്രൗൺ ആക്കിയില്ല. അതാണ്ട് ഈ പരുവാണെങ്കിൽ കോരിയെടുത്ത് ഇതുപോലെ ഒരു പ്രാവശ്യം കൂടെ എനിക്ക് വറക്കാനുണ്ട്. എന്നിട്ട് നമുക്കിത് തണുത്തതിന് ശേഷം ഇത് നമുക്ക് അരച്ചെടുക്കണം. അപ്പം ബാക്കിയുള്ള സവാളയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഞാനിതൊന്ന് വഴട്ടാനായിട്ട് ഇട്ടിട്ടുണ്ട്. ടൊമാറ്റോ ഉണ്ടെങ്കിൽ 2 ടൊമാറ്റോയുടെ ചേർത്തരാം. എൻ്റെ കയ്യിൽ ടൊമാറ്റോ ഇല്ലായിരുന്നു. ഇതിലേക്ക് നമ്മൾ ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി ഇഞ്ചി പേസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൂടെ അങ്ങ് ചേർത്ത്. ഇതൊരു 1.25 കിലോ ചിക്കൻ ഉണ്ട്. എന്നിട്ട് ഇതിൽ ഇച്ചിരി ഉപ്പിട്ടിട്ട് ഇത് നന്നായി ഒന്ന് വഴട്ടിയെടുക്കാം. അപ്പം ഞാൻ ഇതിലല്ല വെക്കുന്നത്, ഉരുളിക്കകത്താണ് വെക്കുന്നത്. അതൊന്ന് കാലിയാക്കി എടുക്കണം. എൻ്റെ അച്ചാർ ഒന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട് ഇതൊന്ന് ഉള്ളിയാക്കി ഇതിലൊന്ന് വഴട്ടിയെടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വഴട്ടാം കേട്ടോ. അപ്പോൾ ഇതിപ്പം കുറച്ച് സമയമായി. രാവിലെ എനിക്ക് വേറെ ഇത്തിരി പരിപാടികളുണ്ടായിരുന്നു. ഇച്ചിരി അച്ചാർ പാക്കിങ്ങും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഇത് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ ഇച്ചിരി ലേറ്റായി. അപ്പം ഉച്ചയ്ക്ക് ഇവർക്ക് വിശന്നുടനെ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ അച്ചാറുണ്ടായിരുന്നു. അച്ചാറും ചപ്പാത്തിയും കൂടെ അവർക്ക് 3 പേർക്കും കൊടുത്തു. ഓൾമോനും പ്രൈസമ്മോനും അപ്പച്ചനും. അച്ചാർ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചപ്പാത്തിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞാൻ അവരുടെ എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കിന് സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്ന് ഞാൻ ആ ചീനച്ചട്ടിക്കകത്തുനിന്ന് ഇതുപോലെ ഉരുളിയിലാക്കി. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരിയും 1 ടേബിൾ സ്പൂൺ മിക്സ് മുളക് പൊടിയും, 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായി ഇതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം ഞാൻ ചിക്കൻ്റെ അകത്ത് ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചായിരുന്നു. ഇപ്പോൾ ഒരു 1/4 മണിക്കൂറിൽ കൂടുതലായി. കാരണം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് വേറെയും ജോലികളുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും സമയമായത്. അപ്പോൾ ഞാൻ പിന്നെ ഇതിലേക്ക് പച്ചമണമൊക്കെ പോയണേ ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കനോട് ഇട്ട് കൊടുക്കും. ഇതിൻ്റെ അകത്ത് ആ ലിവർ ഉണ്ടല്ലേ, അതെനിക്കാണ് ഇഷ്ടം. ഇവിടെ ആരും അത് കഴിക്കാറില്ല. ലിവർ ഞാൻ ഇപ്പോൾ ഇടുന്നില്ല. ചിക്കൻ ഇച്ചിരി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച്, കാരണം ഈ ചിക്കൻ്റെ ലിവർ വേവുന്നതനുസരിച്ച് അത് പൊടിയാൻ ചാൻസ് ഉണ്ട്. അതേസമയം നമ്മുടെ ബീഫിൻ്റെ ആണെങ്കിൽ വേവുന്നതനുസരിച്ച് അത് ഹാർഡായിക്കൊണ്ടേയിരിക്കും. എനിക്ക് തോന്നിയിട്ടുള്ളതാണേ. അപ്പോൾ ഞാൻ ഈ ചിക്കനോട് ഇട്ടിട്ട് ഇച്ചിരി ഒന്ന് ഇളക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ അടിയിൽ ഈ ഇൻഡാലിയത്തിൻ്റെ ഇതായതുകൊണ്ട് അടിക്ക് പിടിക്കുന്ന പോലെ എനിക്കൊന്ന് തോന്നി. തീ കുറച്ച് വെച്ചേക്കും, എന്നാലും ഒരിച്ചിരി വെള്ളം ഞാൻ ആ നടുക്കോട്ടൊന്ന് ഒഴിച്ചിട്ട് ഇച്ചിരി ഒന്ന് അതിൽ നിന്നൊക്കെ വെള്ളം വിട്ട് അതൊന്ന് ലൂസായിട്ട് വരട്ടെ. എന്നിട്ട് ബാക്കി നന്നായി നമുക്ക് മിക്സ് ചെയ്യാം. അതേസമയം ഇച്ചിരി ടൊമാറ്റോയുടെ ഇടുവാണെങ്കിൽ അത് വെള്ളം പോലെ ഇച്ചിരി വരും. ഇച്ചിരി ഉപ്പ് ഇട്ടാലും മതി, കാരണം ഞാൻ ഉപ്പ് ഇതിൻ്റെ അകത്ത് മാരിനേറ്റും ചെയ്ത് വെച്ചു. ഉള്ളി വഴറ്റാൻ നേരം ഇട്ട്, പിന്നെ കൂടിപ്പോയാലോ എന്നും പറഞ്ഞാൽ പിന്നെ ഉപ്പിട്ടില്ല ഇപ്പം. അപ്പോൾ ഇച്ചിരി നേരമായി അതിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ വിടാൻ തുടങ്ങി. ഞാനൊന്ന് ഇളക്കി എടുക്കുന്നുണ്ടേ. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ഇപ്പം തന്നെ നമ്മൾ ആ ഉള്ളി വറുത്തില്ലേ, അത് തണുത്തായിരുന്നു. ഞാൻ മിക്സിയിലൊന്ന് അരച്ചെടുത്ത് അതുകൂടെ ഇപ്പോഴങ്ങ് ചേർക്കുന്നുണ്ട്. കാരണം ലാസ്റ്റിൽ ഞാൻ ചേർക്കുന്നില്ല, ചിലർ ലാസ്റ്റിൽ ചേർക്കും. അപ്പം ഞാനിപ്പോൾ അങ്ങ് ചേർക്കുക. അതൊന്ന് ഇതിൻ്റെ അകത്ത് കിടന്ന് നന്നായി അതിൻ്റെ
ഉള്ളിയുടെ എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ മാറട്ടെന്നും പറഞ്ഞ് ഞാൻ ഈ സമയത്തെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു ഇച്ചിരി ചൂടുവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. ഇപ്പം ഞാൻ പച്ചവെള്ളമല്ല, ഞാൻ അവിടെ തിളപ്പിച്ച വെള്ളം ഇരിപ്പുണ്ടല്ലോ കുടിക്കാനുള്ള, അതിൽ നിന്ന് എടുത്ത് കുറച്ച് വെള്ളം ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇച്ചിരി കൂടെ വെള്ളമൊന്നും ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് അതവിടെ അടച്ച് വെച്ചൊന്ന് തിളച്ച് വരട്ടെ. ഇവിടെ ചിക്കൻ വാങ്ങിക്കുന്നുണ്ടേ മുഴുവനെയുള്ള കോഴിയല്ല വാങ്ങിക്കുന്നത്. ഈ കഴുത്തും ആ വാരിയെല്ലാം അവിടെ ഒക്കെ കളഞ്ഞതിന് ശേഷമുള്ള മട്ടൺ ടൈപ്പ് ബീച്ചിലുള്ളതാണ് വാങ്ങിക്കുന്നത്. പിന്നെ കുറച്ച് ബോൺലെസ് കൂടെ വാങ്ങിക്കും, 1/2 കിലോ ബോൺലെസ് കൂടെ വാങ്ങിക്കും. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞു, നന്നായി തിളയ്ക്കുന്നുണ്ട്. ഞാൻ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ചൂവിന് വെന്തിട്ടില്ല. നമ്മൾ വെന്തോന്ന് നോക്കുമ്പം എല്ലുവശം ഉള്ളതെടുത്ത് നോക്കണേ വെന്തോന്ന്. ബോൺലെസ് ആകുമ്പം അത് വെന്ത് ഇരിക്കും. പക്ഷേ എല്ലുള്ളത് എടുത്ത് നോക്കുമ്പോൾ എല്ലിൽ നിന്ന് മാംസം വിട്ട് വരുന്നുണ്ടോ എങ്കിൽ വെന്തെന്ന് അർത്ഥം. ഇനി ഞാൻ പോയി തുണികളൊക്കെ വിരിക്കട്ടെ, അതവിടെ അടച്ചിട്ടിട്ടുണ്ട്. പോളിന് ഉച്ചയല്ല 2-3 മണിയാകുമ്പോഴത്തേക്കിന് കോളേജിൽ പോകണം. അപ്പം ഞാനിതെല്ലാം ഒന്ന് വിരിച്ച് അവിടെ തീ കുറച്ചിട്ടേക്കുക, കുറച്ചുകൂടെ അതൊന്ന് വേവണം. ഇന്ന് ചിക്കൻ ആയതുകൊണ്ട് ഇവർക്ക് ചോറാണെങ്കിൽ ചിക്കൻ ഉണ്ടെങ്കിൽ ഈ പ്രൈസന് എന്തെങ്കിലും പോളിനാണെങ്കിലും ഇവർക്ക് ആ ബിരിയാണി റൈസ് ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പിന്നെ ബിരിയാണി റൈസ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ചപ്പാത്തി ഇച്ചിരി എക്സ്ട്രാ വാങ്ങിച്ചു. അപ്പോൾ എനിക്കറിയാം ഇവർ ചപ്പാത്തി അവർക്ക് കൂടുതലും ഇഷ്ടമെന്ന്. അപ്പം ചപ്പാത്തി എക്സ്ട്രാ വാങ്ങിച്ചിട്ട് അത് കൂട്ടി ഉച്ചയ്ക്കും ചപ്പാത്തി കഴിച്ചിനി രാത്രിയിലും ഇതായിരിക്കും. അപ്പോൾ തുണി വിരിച്ചുകൊണ്ട് ഇരുന്നോണ്ടേ ബെല്ലടിച്ച് അനു വരാറായി. അപ്പോൾ അവൾ വന്ന് പിന്നെ ഞാൻ അത് തീ കുറച്ചിട്ടിട്ട് പിന്നെ അകത്ത് പോയിരുന്നു. കാരണം അവൾ വന്നാൽ പിന്നെ അവൾ തൂക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പം ശരിയാവത്തില്ല. അതുകൊണ്ട് ഞാൻ ആ സമയത്താണ് പിന്നെ അമ്മയൊക്കെ ഫോൺ ചെയ്യുന്നത്. അപ്പോൾ അവൾ വന്ന് ഇനിയിപ്പം ഞാൻ അകത്ത് പോവാം. അവൾ എന്നോട് പറയുമായിരുന്നു, ആൻറ്റി ഞാൻ നന്നായിട്ട് കഴിക്കും. ഇപ്പോൾ ആൻറ്റി ഞാൻ ഫോൺ ചെയ്തായിരുന്നു അവളെ കാണാഞ്ഞ്. ആൻറ്റി എന്നെ വിളിച്ചപ്പോഴും ഞാൻ കഴിച്ചുകൊണ്ട് നിൽക്കുക, പക്ഷേ അതെൻ്റെ ശരീരത്ത് അറിയുന്നില്ല ഞാൻ ശരിക്കും കഴിക്കുമെന്ന്. അപ്പോൾ ചിക്കനൊക്കെ വെന്താതെ ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ച് ഇനി ഇതിലോട്ട് കടുക് വറുത്ത് ചേർക്കാം. ഇച്ചിരി എരിവ് കുറവായിട്ട് തോന്നി ഞാനൊരു ഇച്ചിരി കാശ്മീരിയും കൂടെ ഇതിനകത്ത് കടുക് വറുക്കാൻ നേരം ചേർത്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് സൺഡേ പ്രെയർ കഴിഞ്ഞ് വന്നുകൊണ്ടേ മലയാളിക്കടയിൽ കയറിയായിരുന്നു. അവിടെ നിന്ന് ഇച്ചിരി കപ്പയും ഇച്ചിരി സാധനങ്ങളൊക്കെ കുഴലപ്പവും ഉണ്ണിയപ്പവും ഏത്തക്കയൊക്കെ വാങ്ങിച്ചു. ഏത്തക്ക കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വാങ്ങിച്ചത് 100 ഇപ്പം 110 പക്ഷേ കപ്പപ്പഴം വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു, അത് ഒട്ടും പഴുത്തിയല്ല, വെറും പച്ച. പിന്നെ വേണ്ടാന്ന് പറഞ്ഞു. അത് ചേമ്പ്, ഇത് കൂർക്ക. കവർ വേണമായിരുന്നു, പിന്നെ മൊബൈൽ കവറൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞാൻ ഇവിടെ നിന്ന് പച്ചമഞ്ഞൾ, ഇവിടെ ഇന്ന് നോക്കിയിട്ട് പച്ചമഞ്ഞൾ ഇരിക്കുന്നത്, അങ്ങനെ ഇച്ചിരി പച്ചമഞ്ഞൾ ഈ പാലിലൊക്കെ ഇട്ട് പിള്ളേർക്ക് കൊടുക്കാനേ എന്തെങ്കിലും വെച്ച് ഇതാകുമ്പോൾ നല്ലതാണല്ലേ. 1/4 കിലോ 30 രൂപ. അങ്ങനെ പച്ചമഞ്ഞൾ വാങ്ങിച്ചു. ഇനി നാരങ്ങ വെള്ളം കുടിക്കാൻ നിന്നിട്ടുണ്ട്. അവിടെ ഷവർമ്മയുണ്ട്, ഷവർമ്മ. അപ്പോൾ കുറേ നാളായി നാരങ്ങ വെള്ളം കുടിച്ചിട്ട്. കാരണം ഈ കഴിഞ്ഞ ഇടയൊക്കെ തണുപ്പായിരുന്നു വരുന്ന സമയത്ത്, അങ്ങനെ ദാഹിക്കാറില്ലായിരുന്നു. ഇന്ന് പക്ഷേ ഇത്തിരി ദാഹം തോന്നി, അങ്ങനെ കുടിക്കാൻ കയറിയതാണ്. അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ കറി ഉണ്ടല്ലോ, രാത്രി ആയതുകൊണ്ടേ നല്ല റോസ്റ്റ് വരുമായിരുന്നു. ഇതെല്ലാം അങ്ങ് കുറേയും കൂടെ ചാറങ്ങ് ഒന്നുകൂടി ഇതിൻ്റെ അകത്തൊക്കെ അങ്ങ് പിടിച്ചായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.
സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളം എന്ന ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.